ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ബിഗോണിയ കളക്ഷനുള്ള ചെടികൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മുടെ ജില്ലയിൽ തന്നെ മലപ്പുറം അരീക്കോട് പൂങ്കുടി എന്ന സ്ഥലത്ത് ഷെരീഫ് ഖാൻ്റെ ഗാർഡനിലേക്ക് ഒന്ന് നമുക്ക് പോയാലോ. ബിഗോണിയ കളക്ട് ചെയ്യുന്ന ഒരുപാട് പേർക്കെങ്കിലും ഷെരീഫ് ഖാൻ അറിയുന്നുണ്ടാവും. അതുപോലെ ബിഗോണിയ വളർത്തി പരാജയപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെരീഫ് ഖാനോട് ചോദിച്ചറിയുകയും ചെയ്യാം. ബിഗോണിയ തന്നെ 500-ൽ പരം വെറൈറ്റീസും എപ്പീഷ്യ 150-ൽ കൂടുതൽ വെറൈറ്റീസും അങ്ങനെ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഒരുപാട് കളക്ഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷെരീഫ് ഖാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം ഷെരീഫ് ഖാനെ വിളിച്ചിരുന്നു അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഷെരീഫ് ഖാൻ പുതിയൊരു നഴ്സറി തുടങ്ങുന്ന തിരക്കാണ്, ഇവിടെയൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ചെടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഷെരീഫ് ഖാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ ഈ ഭാഗത്തൂടെ പോയപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം വിളിക്കാതെ പറയാതെ കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഷെരീഫ് കൂടെ ഉണ്ട്. നിങ്ങൾ തിരക്കിലല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പ്ലാൻസ് എടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങൾ നഴ്സറിയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കിയോളൂ, നിങ്ങൾക്ക് ചെടി ഏതാ വേണ്ട. ഇപ്പൊ ശരിക്കും ചെടി കുറവില്ല, സമയം നല്ല ചെടികളില്ല, കുറച്ച് കുറവാണ്, ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ഇപ്പൊ ഈ നോമ്പ് കഴിയുമ്പോഴേക്ക്, അതായത് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കൊക്കെ നല്ല ചെടികളാവും. ഇപ്പൊ നിലവിലില്ലേ അത് നിങ്ങൾക്ക് വേണ്ടത് നോക്കിയോളൂ. വേറെ നഴ്സറികൾ ഉണ്ട് അല്ലേ? ഞാൻ ഇപ്പോൾ ഒരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ 1 കിലോമീറ്റർ കൂടെ അപ്പുറത്ത് വാവൂര് എന്ന് പറയുന്ന സ്ഥലത്തൊരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഫ്രൂട്ട്സ് ചെടികളും മറ്റും. ഇത് ഇവിടെ അങ്ങനെ പുറത്തുനിന്നില്ല, അങ്ങനത്തെ കച്ചവടമായിട്ടില്ല, കുറവാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ബിഗോണിയ എപ്പിഷ്യമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട്. ഇതിന്റെ ഒരു താല്പര്യത്തിന് ഉണ്ടാക്കിയതാണ്, കച്ചവടത്തിന് ഉണ്ടാക്കിയത്. അപ്പുറത്ത് ഇപ്പൊ ഇവിടെ കൂടുതൽ തൈ ഉണ്ടാക്കുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് സെയിൽ ചെയ്യും. പിന്നെ അല്ലാണ്ടില്ലത് ഇവിടുന്ന് ഓൺലൈൻ ആയിട്ടുള്ള സെയിലുകൾ. അപ്പോൾ നമ്മുടെ ഷെരീഫ് ഖാൻ്റെ കളക്ഷൻ ബിഗോണിയാസ് ഒരുപാടുണ്ട് കേട്ടോ. അത് ഒരു വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയല്ല. അതുപോലെ തന്നെ എപ്പീഷ്യ, ഫേൺസ്, അങ്ങനെ വേറെ വെറൈറ്റീസ് ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെരീഫ് ഖാനോട് കുറച്ച് ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും ഇതിൻ്റെ പ്രൊപ്പഗേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും ചെയ്യാം. കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കാബേജ് ബിഗോണിയ ആണോ? അതെ, അത് കാബേജ് ബിഗോണി തന്നെയാണ്. പക്ഷെ നമ്മുടെ നോർമൽ കാബേജ് ബിഗോണി അല്ല. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ തണ്ടില്ലേ, തണ്ട് നല്ല റെഡ് കളറിലാണ് വരിക. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല റെഡ്, ഈ കാണുന്ന ബോർഡർ എല്ലാം ഫുള്ള് റെഡ് കളറിലാണ് വരിക. നല്ല അടിപൊളി റെഡ് ആയിരിക്കും. ഇത് കണ്ടോ, നല്ല വെൽവെറ്റ് പോലെ തന്നെ നിൽക്കും ചെയ്യും. ഇതിപ്പോൾ കാബേജ് ബിഗോണിയയുടെ ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. ഇതല്ലാണ്ട് പിന്നെ കാബേജ് ബിഗോണിയയിൽ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട്. അതാണ് അവിടെ ഉണ്ട്. നമ്മുടെ കാബേജ് ബിഗോണിയ ബ്ലാക്ക് എന്ന് പറയുന്ന ഇതാണ്. അതായത് ഇതിന് ഈ ഷെഡിനകത്തായതുകൊണ്ട് വേണ്ടത്ര കളർ കിട്ടില്ല. അതിങ്ങനെ പുറത്തുനിന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കാണുന്നുണ്ടോ ക്ലിയർ? ഇത് ഫയർ വർക്ക്സ് എന്ന് പറയുന്ന ബിഗോണിയാണ്. ഫയർ വർക്ക്സ് ഇത് മാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പുതിയ വെറൈറ്റികൾ ഇഷ്ടംപോലെ പുതിയ വെറൈറ്റികൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതെല്ലാം നമ്മളിവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് ഇതെല്ലാം. നമ്മൾ സീഡ് വഴി പരാഗണം ചെയ്തിട്ടും മറ്റുമായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ പുതിയ വെറൈറ്റികൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്ത് ഒത്തിരി വെറൈറ്റികൾ, പിന്നെ കുറേ വെറൈറ്റികൾ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, അതുപോലെ ഇതൊക്കെ നല്ല കളർ വരുന്ന വെറൈറ്റി. ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്തിയ ചെടികളാണ്. അതുപോലെ ഫയർ വർക്ക്സ് ഉണ്ട്, ഒത്തിരി വെറൈറ്റികളുണ്ട്. ഇതേപോലെ നല്ല കളറായിട്ട് നമ്മളിവിടെ ഒന്നും അത്ര കളർ കിട്ടുന്നില്ലല്ലോ. കളർ കിട്ടൂല, അതാണ് ഇതിന്റെ. ഇവിടെ നമ്മുടെ ക്ലൈമറ്റിൽ മാക്സിമം കളർ കുറവാണ്. അത് കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റിൽ വേണം, അല്ലെങ്കിൽ ചില ഭാഗത്തു നിന്നില്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാലൊക്കെ കളർ കിട്ടും. ഇപ്പോൾ ഈ ചെടിയിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന ചെടി ഇതിനകത്ത് കളറ് ഒന്നും കൂടെ അങ്ങോട്ട് ഉൾഭാഗത്തേക്ക് അങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ കളർ വരുന്നില്ല. ഒരു മീഡിയം കളർ. ഇതിനിപ്പോൾ ഇതിൽ വേറെ കളറുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ഇതേ ചെടി തന്നെ ഞാൻ താഴെ വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതിലേറെ കളർ വന്നത് നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചും അതുപോലെ തണുപ്പുള്ളതിനനുസരിച്ചും. ഇപ്പം വയനാടൻ, ഇപ്പം ഈ പറയുന്ന ചെടിയൊക്കെ വയനാടൻ ക്ലൈമറ്റിലാണെങ്കിൽ ഒരു മിനിറ്റ് ആ നഴ്സറിയിലോ ഇല്ലെങ്കിൽ ആരുടെ കയ്യിലോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിൽക്കൂല. അത് വേണ്ടവർ എടുത്തു പോയിട്ടുണ്ടാവും. അത്രയും കളറായിരിക്കും. വയനാട്ടിൽ നിന്ന് എടുത്തിട്ട് പോരുമ്പോ നല്ല കളർ ഉണ്ടാവും. അത് ഇവിടെ വന്നാൽ കളർ പോവും. അത് കളർ പോകുന്നത് മാത്രമല്ല, വയനാട്ടിന്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ക്ലൈമറ്റിൽ വളർന്ന സാധനം മറ്റുള്ള ക്ലൈമറ്റിലേക്ക് എത്തുമ്പോഴേക്ക് പ്ലാന്റ് കംപ്ലൈന്റ് ആയി പോകും. കാരണം ക്ലൈമറ്റിന്റെ വ്യത്യാസം പെട്ടെന്ന് കാണിക്കുന്ന ഒരു ചെടിയാണ് ബിഗോണിയ. അതേസമയം ഇവിടെ ഇപ്പം നമ്മുടെ ഈ ക്ലൈമറ്റിലൊക്കെ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റിൽ വളർന്ന ചെടി പിന്നെ ഏത് ക്ലൈമറ്റ് കൊണ്ടുവച്ചാലും രക്ഷപ്പെടും. കാരണം അറിയാലോ, ഇവിടുത്തെ ഹോട്ട് ക്ലൈമറ്റാണ്. ഇവിടെ പക്ഷേ ആയി കിട്ടാൻ
ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ ഇതിപ്പോൾ ഇല കുത്തി ഉണ്ടാക്കുന്ന ചെടിയാണ്. വയനാട്ടിലാണെങ്കിൽ ഒരു ഇല കുത്തി കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും, അത്രയും വലുതാവും. അതേസമയം ഈ ചെടി ഇവിടെ എനിക്കൊരു ചെടി നമ്മൾ കുത്തി ഒരാൾക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയിലെത്തണമെങ്കിൽ 3 മാസം എടുക്കും, അത്രയും ടൈം എടുക്കും. വളർച്ച കുറവായിരിക്കും. പക്ഷെ അതിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വളർച്ചയിലുള്ള ചെടി ആർക്കും എവിടെ കൊണ്ടുപോയാലും പിടിച്ചു കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സുഖം. പിന്നെ ഇതിൽ തന്നെ കളറ് നമുക്കിപ്പോൾ ഈ വരുന്ന ഇത് ഏത് കാലാവസ്ഥയിൽ കൊണ്ടുപോയി വെച്ചാലും അത്യാവശ്യം കളർ വരുന്ന ചെടിയാണ്. അതേസമയം ഇത് വയനാട്ടിലാണെങ്കിൽ ഈ റെഡ് ഒന്നും കൂടെ കൂടിയിട്ട് വൈറ്റ് വളരെ കുറവായിരിക്കും, നല്ല കളറ് കൂടും. കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിൽ ടൈം ആവും. കാരണം ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുത്താലും ആളുകളിലേക്ക് ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മൾ അയച്ചു കൊടുത്താലും പ്ലാന്റ് ഒരുപക്ഷെ അവർക്ക് നോക്കിയെടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഓവറായിട്ട് ഇതിൽ സമയം കളയാതെ മറ്റു പ്ലാന്റുകൾ നിർമ്മിക്കുക ചെയ്യുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ബിഗോണിയയുടെ കറക്റ്റ് ടൈം ആവും. നമ്മളെ വീട്ടിലുള്ള ബിഗോണിയൊക്കെ ഇപ്പോൾ വേനൽക്കാലമായിട്ട് എന്താ പ്രത്യേകിച്ച്? വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് 2 നേരത്തെ നന കൊടുക്കുക. ആ നനക്കുന്നത് ഇലയും കൂടെ നനയുന്ന രീതിയിൽ, വെറും ചട്ടിയിലേക്ക് മാത്രം വെള്ളം ഒഴിക്കാതെ ഇലയും കൂടെ നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, അതിന് നെറ്റ് വേണം, ഷെയ്ഡ് നെറ്റ് 70% ഗ്രീൻ നെറ്റ് കെട്ടണം. അല്ലാത്ത പക്ഷം മരത്തിന്റെ തണലിലോ വീടിന്റെ സൺഷെയ്ഡിന്റെ ഒക്കെ തണലിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലായിട്ട് വെക്കുക. ഡയറക്റ്റ് പൊള്ളിപ്പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കി വെക്കുക. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അഥവാ പൊള്ളിപ്പോയാലും ആ ചെടി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടില്ല, അതിൽ നിന്ന് വീണ്ടും കിളിർത്ത് വരും. ചെടി നനക്കാതിരിക്കരുത്, നന്നായിട്ട് നനച്ചു കൊടുക്കുക. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സംവിധാനം ഒഴിവാക്കുക. ഇത് തന്നെയാണ് ബിഗോണിയക്ക് മാക്സിമം ചെയ്യേണ്ടത്. പിന്നെ ഫംഗസൈഡ് എപ്പോഴും നമ്മുടെ അണ്ടറിൽ വേണം, എപ്പോഴും അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ബിഗോണിയുടെ പോട്ടി മിക്സ് നമ്മൾ ചെയ്യുന്നത് 1 കപ്പ് നമ്മൾ ആട്ടിൻ കാഷ്ടമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് ആട്ടിൻ കാഷ്ടം പൊടിച്ചത്, അതിനകത്തേക്ക് 2 കപ്പ് ചകിരിച്ചോറ്, 3 കപ്പ് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത്, 2 കപ്പ് ചകിരിച്ചോറ്, 3 കപ്പ് മണ്ണ്. ആ രീതി. ഇപ്പോൾ ഇതാ ഇവിടെ ഈ നിറച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ട്രീറ്റ് ചെയ്തതാണ്. ട്രീറ്റ് ചെയ്ത നാരോട് കൂടിയ ചകിരിച്ചോറാണ്. ഇതിങ്ങനെ വാങ്ങിക്കണേ? ഇതിങ്ങനെ വാങ്ങുന്ന ഇത് ട്രീറ്റ് ചെയ്ത് നാരോട് കൂടിയ ചകിരിച്ചോറ്. അതിനകത്തേക്ക് വളപ്പൊടി ഉപയോഗിക്കും. വളപ്പൊടി അതുപോലെ നമ്മൾ ലീഫ് മുളപ്പിച്ചെടുക്കാനും വേണ്ടി മണ്ണ് കൂടിയ മണലാണ് ഉപയോഗിക്കുന്നത്. ആ കാണുന്ന മണ്ണ് കൂടിയ മണല്. ബിഗോണിയൊക്കെ എന്താ കാര്യങ്ങൾ ഇതാ ഇതേപോലെ കാടായി കിടക്കുകയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കും, മൊത്തം ക്ലിയർ ആക്കി കൊണ്ടുവരണം. ഇതാണ് ബിഗോണിയയുടെ വിത്ത് വരുന്നത്. ഇതിനകത്ത് ഇതിനകത്ത് ഒരു സ്പോർ ഉണ്ടാവും, നമുക്ക് കാണാൻ കഴിയില്ല, തീരെ തരി. ഈ കാണുന്നതാണ് അതിൻ്റെ സീഡ്. ഈ സീഡ് മുളപ്പിച്ചിട്ടാണ് നമ്മൾ തയ്യാക്കുന്നത്. ബിഗോണികൾ ഇതൊക്കെ മക്കുലാറ്റയാണ്. മക്കുലാറ്റ പ്ലാന്റ് ആണിത്. ഇത് മക്കുലാറ്റയുടെ ഇതാണ് ശരിക്കും വൈറ്റ് ഫ്ലവർ വരുന്ന മക്കുലാറ്റ. ഇതാണ് ഈ മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത് വരുന്നത്. ഇത് മക്കുലാറ്റയുടെ പുതിയൊരു എക്സോട്ടിക് വെറൈറ്റിയാണ്. ഇത് റൗണ്ട് ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. മറ്റേത് ഇതുപോലെ അങ്ങനെ മേലേക്ക് കൂർത്തുകൊണ്ട് വരും. അതുപോലെ ബെർവിമോസ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നോർമൽ ബെർവിമോസയാണിത്. നേരത്തെ അവിടെ കണ്ട നല്ല റെഡ് കളർ ഉണ്ടായിരുന്ന അതാണ് എക്സോട്ടിക്. പിന്നെ വരുന്നത് ഇതിനകത്ത് ഒരുപാട് ഡബിൾ ഇയർ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഡബിൾ ഇയർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ വലിയ ചെടി അപ്പുറത്താണ് കണ്ടത്. ഇപ്പോൾ പുതിയ ചെടികൾ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല, അപ്പം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ കൊടുക്കാനുള്ള 1 മാസം കൂടെ കഴിഞ്ഞാൽ നല്ല പ്ലാന്റുകളെല്ലാം ഇനിയും ആവും. കട്ടിങ്സ് ഒക്കെ ഇതിനൊക്കെ എന്താ പോട്ടി മിക്സ് എന്തെല്ലാം കുത്തി വെച്ചിട്ടുള്ളത്? നമ്മൾ ഇതെല്ലാം വേര് പിടിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മണൽ ഉപയോഗിച്ചിട്ടുള്ള മണ്ണാണ്. മണ്ണും മണലും. അതിനകത്തേക്ക് വളം ചെയ്യുന്നില്ല. വളം ചെയ്യാതെ നമ്മളെപ്പോഴും വേര് പിടിപ്പിക്കുന്ന സിസ്റ്റം വളം ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം വേര് പിടിച്ചതിന് ശേഷം അത് വളം ചെയ്ത ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ വളർച്ച നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ശതമാനം കുറയുന്നുണ്ട് നമുക്ക് പ്ലാന്റ്. ഈ പോട്ടി മിക്സിൽ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അല്ലാതെ വേറെ എന്തെങ്കിലും പിന്നെ ഞങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്താ ചെയ്യും? നമ്മളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ പോട്ടി മിക്സിൽ നമ്മളിപ്പോൾ പോട്ടി മിക്സിൽ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കൗടങ്ങ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാണ്ട് പിന്നെ കാര്യമായിട്ട് ചെയ്യുന്നത് 18-18-18 അല്ലെങ്കിൽ 19-19-19 അത് ഒന്നുകിൽ ഇലയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ജൈവവളം പിന്നീട് അധികം ചെയ്യുന്നില്ല. അത് ജൈവവളം കൂടിക്കഴിഞ്ഞാൽ ഫംഗസ് പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം ബിഗോണിയക്ക്.
ഇതെന്തായിരുന്നു നിങ്ങൾ ബിഗോണിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നേ? അത് മരുന്നിന്റെ ക്യാനാണ്. സെറ്റിഫൈഡ് വരാതിരിക്കാനും വേണ്ടി ടാറ്റാഫിനും അതുപോലെ ഫംഗസ് വരാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് അതിന് സാഫും അടിച്ചു കൊടുക്കും. അത് എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യും? മാസത്തിൽ 2 തവണ ചെയ്ത് കൊടുക്കും. നമ്മൾ അസുഖം വന്നിട്ട് മരുന്നടിക്കല്ല എപ്പോഴും ബെറ്റർ. വരാതിരിക്കാനും വേണ്ടി ഒന്ന് മുൻകൂട്ടി സാഫ് അടിച്ചു കൊടുക്കുക. അസുഖം വന്ന ചെടിയിൽ പിന്നെ നമ്മൾ എങ്ങനെ അടിച്ചാലും അതങ്ങോട്ട് രക്ഷപ്പെട്ട് വരാൻ ഒരു ഇച്ചിരി താമസമാണ്. അതിനേക്കാളും ഏറ്റവും ബെറ്റർ നമുക്ക് ആ അസുഖം വരാതിരിക്കാനും വേണ്ടി ഒന്ന് മുൻകൂട്ടി എപ്പോഴും സാഫ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ ഫംഗസ് പ്രോബ്ലങ്ങൾ വരുന്നില്ല. അതാണ് ബിഗോണിയക്ക്. പിന്നെ എന്താ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറ്? ബിഗോണിയ മറ്റുള്ള ചെടികളിൽ നിന്ന് നല്ല വ്യത്യസ്തമായ ചെടി തന്നെയാണ്. വളർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ചെടിയാണ്. എന്നാലോ ശരിക്കും വളർത്തിയെടുക്കുകയാണെങ്കിലോ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതിൻ്റെ ഇലകളുടെ ഷേപ്പ്, അതിൻ്റെ കളറ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ അത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിന് നല്ല ട്രീറ്റ് കൊടുക്കുക. കൂടുതൽ വളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം എപ്പോഴും നന്നായി ഒഴിഞ്ഞു പോകണം. എത്ര വെള്ളം കിട്ടിയാലും ചെടിക്ക് കുഴപ്പമില്ല. പക്ഷെ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം വേണം. ഒന്ന്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മഴ കൊള്ളുന്നതിന് കുഴപ്പമില്ല. ശരിക്ക് ബിഗോണിയൊക്കെ കാട്ടിലുള്ള ചെടിയാണ്. ആ കാട്ടിലുള്ള ചെടികൾ മഴക്കാലങ്ങളിലാണ് ഇത് പൊട്ടിമുളച്ച് ഉണ്ടാവുന്നത്. മഴ വളരെ ഇഷ്ടമുള്ള ചെടി തന്നെയാണ് ബിഗോണിയ. മഴക്കാലങ്ങളിൽ ചെടി നന്നാവും. പക്ഷെ ഡയറക്റ്റ് മഴ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബിഗോണിയയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇലയുടെ ഭംഗി നഷ്ടപ്പെടും. ഇല പൊട്ടിപ്പോവും നല്ല പവർ മഴ കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് മഴക്കാലങ്ങളിൽ പുറത്ത് വെക്കാതെ നെറ്റിൻ്റെ ചുവടുവശമോ അല്ലെങ്കിൽ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ ചുവടുവശം അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിലായിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ബിഗോണിയൊക്കെ ഒരു കുഴപ്പമില്ല. നല്ല കനത്ത മഴ പെയ്താൽ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഏരിയ നോക്കിയത് കണ്ടാലും അറിയാം. ഇതെല്ലാം ആ ചെടികളെല്ലാം വെച്ച് ഡയറക്റ്റ് മഴ കൊള്ളുന്നിടത്ത് തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് മഴ കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ പച്ച നെറ്റ് കെട്ടിയിട്ടുണ്ട്. കണ്ടോ? ആ നെറ്റ് കാണുന്നില്ല. നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പം നെറ്റിലേക്ക് വെള്ളം വീണിട്ട് അതിൽ നിന്ന് സ്പ്രെഡായി ഇങ്ങോട്ട് തെറിക്കുന്നതിനോട് യാതൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ചെടിയുടെ ഇലയുടെ ഷേപ്പൊക്കെ പോയി വൃത്തികേടാവും. ഇതെല്ലാം എയർ പ്ലാന്റുകളാണ്. ഇത് നമ്മൾ പുറത്തെ കളക്ഷനാണ്. പുറത്തുനിന്ന് വന്ന ചെടികളാണ്. വ്യത്യസ്തമായ ഇനങ്ങൾ. ആ കാണുന്ന ഓരോ വെറൈറ്റികളും അതൊക്കെ ഓരോ പോട്ടിലും കാണുന്നത് ഓരോ വെറൈറ്റി എയർ പ്ലാന്റുകളാണ്. അതുപോലെ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് എയർ പ്ലാന്റ്സ് ആണ്. ഫിലാൻസിയ എന്ന് പറയുന്ന എയർ പ്ലാന്റിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളാണ്. ഇവിടെ കുറച്ച് ഫേൺസ് ഉണ്ടല്ലേ? ഫേൺസ്. അത് ഇവിടെ ഇവിടെ ഈ ഒരു ഏരിയ കുറച്ചൊരു കൂൾ ഏരിയയാണ്. അപ്പോൾ ഇവിടേക്ക് ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ബിഗോണിയയുടെ തൈകൾ വിത്തുകൾ ഇവിടെ മുളപ്പിക്കുന്നത് അല്ല, അത് കളയല്ല. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ബിഗോണിയ പുതിയ വെറൈറ്റികൾ നമ്മൾ പരാഗണം ചെയ്തുണ്ടാക്കി മുളപ്പിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ബിഗോണിയയുടെ തൈകളാണ് ഈ കാണുന്നത്. ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഇച്ചിരിയുടെ മെച്ചൂർ ആകുമ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫേൺസ് എത്ര വെറൈറ്റി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ കളക്ഷൻ? ഫേൺസ് ഒത്തിരി ഉണ്ടായിരുന്നു. 80-ലധികം വെറൈറ്റി എൻ്റെ അടുക്കൽ നല്ല ഫേൺസുകൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാവശ്യം കെയറിങ് ഒക്കെ മോശമായതുകൊണ്ട് കുറച്ച് ഫേൺസുകളൊക്കെ കംപ്ലൈന്റ് ആയി. ഇനിയൊക്കെ രണ്ടാമതൊന്ന് നന്നാക്കി എടുത്തിട്ട് വേണം. പെപ്പറോമിയാണ്. ഇതൊരു പുതിയ വെറൈറ്റി പെപ്പറോമിയാണ്. ഇത് വൈൻ ബിഗോണിയ അല്ല. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് ബിഗോണിയാസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം എന്തായാലും. അപ്പോൾ ഷെരീഫ് ഖാനോട് ചോദിച്ചു വെക്കുക പുതിയ വെറൈറ്റീസൊക്കെ ഇവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെരീഫ് ഖാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇതുപോലെ പുതിയ വെറൈറ്റി അതുപോലെ റയർ വെറൈറ്റി ബിഗോണിയാസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെരീഫ് ഖാനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നോർമൽ വെറൈറ്റി ആണ്. ഇതിന്റെ കുറച്ച് പുതിയ വെറൈറ്റികൾ അവിടെ ഉണ്ട്. ഇതെന്താ ഇവിടെ വഴിയിൽ കുറച്ച് തൈകൾ വെച്ചിട്ടുള്ളത്? അത് സെയിലിന് എടുത്തു വെച്ചതാ. ഇതൊരു ഇവിടെ ബാംഗ്ലൂരിലൊരു ടീമിന് വാങ്ങിയതാണ്. ഇത് കോട്ടയത്തുള്ളൊരു ടീം. ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടത് നമ്മളിതാ ഇപ്പൊ ഇതിനകത്ത് ഈ മുകളിൽ കാണുന്നത് മെച്ചോറായ ചെടികളാണ് കൊടുക്കാനായത്. അപ്പൊ ഇതിൽ നിന്ന് പ്ലാന്റുകൾ നമുക്ക് ഓരോരുത്തർ ഓർഡർ ചെയ്യുന്ന ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നെ എല്ലാ തിങ്കളാഴ്ചകളിലും ഇതിപ്പോ നാളെ പോകും. നാളെ കയറ്റി വിടാനുള്ള ചെടികളാണ്. ഇത് ഷിഷ്മാട്ടോഗ്ലോട്ടിസിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. അതിൻ്റെ എല്ലാ വെറൈറ്റീസും ഷെരീഫ് ഖാൻ്റെ കളക്ഷനിലുണ്ട്. ഒരുവിധം എല്ലാ വെറൈറ്റി പ്ലാന്റ്സും അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുണ്ട്. എല്ലാം കൂടി ഒന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഗ്രീൻ നെറ്റ് നല്ല താഴ്ത്തി കെട്ടിയതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. പുറത്തിറങ്ങുമ്പോഴേ ചൂട് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ബിഗോണിയയുടെ ചെറിയ ഇലകൾ കുത്തിവെച്ച് തൈകളാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ.
ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഷെരീഫ്ക്ക വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇത്ര ചെടികളോടുള്ള ഈ പ്രണയം. ഇപ്പോഴും പുതിയ പരീക്ഷണങ്ങളും പുതിയ യാത്രകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പുതിയ വെറൈറ്റി ബിഗോണിയകളൊക്കെ സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഷെരീഫ്ക്ക. സ്ഥലത്തെ മണ്ണും വ്യത്യാസം ഉണ്ടാവും ബിഗോണിയക്കും ഒക്കെ ഇഷ്ടമുള്ള മണ്ണ് അങ്ങനെ റെഡ് സോയിലാണ് ബിഗോണിയക്ക് ബെറ്റർ. നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ ഫുൾ പോട്ട് കോക്കോപ്പിറ്റിലാണല്ലോ ഈ ബിഗോണിയ വരുന്നത്. അപ്പോൾ ആ കോക്കോപ്പിറ്റൊക്കെ ഫുള്ള് മാറ്റിയിട്ട് നമ്മൾ പോട്ടി മിക്സ് കൊടുത്താൽ മതിയോ? കൊക്കോപ്പിറ്റിൽ വരുന്ന സാധനം അത് ഫുള്ളായിട്ട് മാറ്റണ്ട. അതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മൾ നല്ല റെഡ് സോയിൽ ഇട്ട് കൊടുത്താൽ മതി. ആ കൊക്കോപ്പിറ്റ് അതിലേക്ക് അരിഞ്ഞ് മൊത്തം റെഡ് സോയിൽ മാതിരി ആയിക്കോളും. ആ കോക്കോപ്പിറ്റിൽ തന്നെ ഇട്ട് കൊടുക്കേ? അല്ല അത് ഫുള്ള് കോക്കോപ്പിറ്റിലായിരിക്കുമല്ലോ. അത് ഒരുപാട് വലിയ ചട്ടിയിൽ ജിഫി ബാഗിലൊക്കെ വരുന്നത് കേട്ടോ. അല്ലാതെ ചട്ടിയിൽ വരുന്നത് നമ്മൾ കൊക്കോപ്പിറ്റ് ഒഴിവാക്കണം. അതിന്റെ നേരെ ചുവട്ടിൽ കുറച്ച് നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി കൊടുക്കുക. വളരെ സെൻസിറ്റീവ് അല്ലേ, അതുകൊണ്ട് പാക്ക് ചെയ്യാനൊക്കെ നല്ല പ്രയാസമല്ലേ നിങ്ങൾക്ക്? അത് പാക്കിങ് ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മുടെ കാശും തന്ന് വാങ്ങുന്നവർക്ക് അത് സേഫായി കിട്ടണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ടൈം എടുത്ത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുക. നല്ല കെയർഫുൾ ആയിട്ടുള്ള പാക്കിങ് തന്നെ ആയിരിക്കും. നമ്മൾ മിക്ക പ്ലാന്റ് വിത്ത് പോട്ട് തന്നെയാണ് അയക്കുന്നത്. ചട്ടിയോട് കൂടി ആകുമ്പം നമുക്ക് കിട്ടുന്നവർക്ക് അത് കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് തന്നെ കിട്ടും. പക്ഷേ ചിലരോട് കൊറിയർ ചാർജ് ഇത്ര വരും എന്നൊക്കെ പറയുമ്പോഴേക്ക് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷയമായിരിക്കും, ഇത്ര കൊറിയർ ചാർജ് ആവും. പക്ഷെ ആ കൊറിയർ ചാർജ് അത്ര വരാൻ ഇത്രയും റിസ്ക് അതിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കൂല. പക്ഷെ നമ്മൾ ചെടിക്ക് വാങ്ങുന്നതിലേറെ കൊറിയർ ചാർജ് വന്നാൽ പോലും പേടിക്കേണ്ടിയില്ല. അത്രയും സേഫ് ആയിട്ടായിരിക്കും ചെടി അവിടെ എത്തുന്നത്. പിന്നെ ഈ കൊറിയർ ചാർജ് എന്ന് പറയുന്ന അതിന്റെ പൈസ നമ്മുടെ കയ്യിലേക്കല്ല വരുന്നത്, അത് കമ്പനിക്ക് പോവുകയാണ് ചെയ്യുന്നത്, ഈ കൊറിയർ കമ്പനിക്ക്. പിന്നെ ഇത് നമ്മോട് വാങ്ങിയവർക്ക് സേഫായി കിട്ടാനും വേണ്ടി നമ്മൾ ടൈം എടുത്ത് ചെയ്യും. അപ്പോൾ അതിലേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പൈസ ബോക്സിനും ഇതൊക്കെ ആടായിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഭീമമായൊരു സംഖ്യയാണ്, അത് ഓവറാണ്. മറ്റുള്ളവർ ഇത്ര രൂപക്ക് അയച്ചു തന്നിരുന്നല്ലോ പറയും. ഈ മറ്റുള്ളവർ കുറഞ്ഞ റേറ്റിൽ അയച്ചു തരുന്ന പ്ലാന്റ് അവർക്ക് സേഫായി കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് അതിന്റെ മാറ്റം. എന്തായാലും ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാന്റ്സിനെ കുറിച്ചും പോട്ടി മിക്സും കെയറിംഗ് ഒക്കെ പറഞ്ഞു. അത് എത്ര ഇനിയിപ്പോൾ ഏത് സമയത്താണെങ്കിലും നമുക്കത് വിഷയമല്ല. ചെടീനെ സ്നേഹിക്കുന്നവർക്ക് ചെടീൻ്റെ കാര്യങ്ങൾ എന്തും പറഞ്ഞു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് നമുക്ക് ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ്. അതിനെ പറ്റി അറിയാത്തവർക്ക് നമുക്ക് എന്തും പറഞ്ഞു കൊടുക്കാം. അത് നമ്മുടെ നമ്പർ നിങ്ങൾക്ക് ഈ പറഞ്ഞവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. ചെടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതിനെപ്പറ്റി അറിയേണ്ടവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് കോൺടാക്ട് ചെയ്ത് നമുക്ക് എന്താ വേണ്ട നമുക്ക് അറിയുന്നത് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അതിന് അപ്പോൾ ഇത്രയും പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയും തീർന്നിട്ടില്ല. ബിഗോണിയാസ് മാത്രമല്ല, അപ്പീഷ്യയുടെ ഒരു വൻ കളക്ഷൻ തന്നെ ഷെരീഫ്ക്കാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനി മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ബിഗോണിയ മഴയത്തും വെയിലത്തും ഒക്കെ എങ്ങനെ സംരക്ഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചെടികൾ ഇഷ്ടപ്പെടുന്ന മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യാനും കൂടി മറന്നു വരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.